സൈലം ലേണിംഗ് അടിമ മിസ്സാണ്. നിങ്ങൾക്ക് ഊർജത്തിന്റെ ഉറവകൾ എന്നുള്ള ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ ഒരുവിധപ്പെട്ട എല്ലാ കണ്ടന്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന് മിസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നോക്കിക്കോ, ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരുപാട് മറ്റു ചോദ്യങ്ങളും കൂടെ ആൻസർ ചെയ്യാൻ ഇത് പഠിക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ചോദ്യം എന്താണെന്ന് നോക്കാം. കൊളാഷ് ശ്രദ്ധിക്കൂ. വിഴിഞ്ഞത്ത് തിരമാലയിൽ നിന്നും വൈദ്യുതി, കടൽ തീരത്ത് കാറ്റാടികൾ സ്ഥാപിക്കണം. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെ? അപ്പോ ചോദ്യം ഇതാണ്, ഊർജോൽപാദനത്തിനായി എന്തെല്ലാം സ്രോതസ്സുകളെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ, പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഈ ഊർജ സ്രോതസ്സുകളുടെ പൊതുവായ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സൗരോർജ്ജം പ്രയോജനപ്പെടുത്തുന്ന രണ്ട് ഉപകരണങ്ങളുടെ പേരെഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ എന്താണ് ചോദ്യം? നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ആർ ദ സോഴ്സസ് യൂസ്ഡ് ഇൻ ദ എബോവ് കൊളാഷ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി? വാട്ട് ആർ ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് എനർജി സോഴ്സസ്? നെയിം എനി ടു ഡിവൈസസ് ദാറ്റ് യൂട്ടിലൈസ് സോളാർ എനർജി. അപ്പൊ ഈ ഒരു ചോദ്യം കാണുന്ന സമയത്ത് തന്നെ നമുക്ക് നോക്കാം അല്ലെ. ആദ്യം എന്തായിരുന്നു സംഭവിച്ചത്? ഇലക്ട്രിസിറ്റി ഫ്രം വേവ്സ് അറ്റ് വിഴിഞ്ഞം. വിൻഡ്മിൽസ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് നിയർ ദ സീ ഷോർസ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി പവേർഡ് ബൈ സോളാർ എനർജി അല്ലെ? അപ്പൊ സോളാർ എനർജി ഉണ്ട്, വിൻഡ് ഉണ്ട്, വേവ് ഉണ്ട്. ഇത് മൂന്നും എന്ത് തരത്തിലുള്ള എനർജിയാണ് മക്കളെ? എന്ത് തരത്തിലുള്ള എനർജിയാണ്? നമുക്കറിയാം അല്ലെ, ഇവയാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് അല്ലെ, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. എന്താ ഈ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗരോർജം, കാറ്റ്, തിരമാല എന്നിവ എത്ര ഉപയോഗിച്ചാലും അല്ലെ, അവ എന്ത് ചെയ്യുന്നില്ല, തീർന്നു പോകുന്നില്ല അല്ലെ. നമുക്ക് വീണ്ടും വീണ്ടും അല്ലെ ഉപയോഗിക്കാം. കാറ്റ് തീർന്നു പോവോ? ഇല്ല അല്ലെ. സൂര്യന്റെ എനർജി തീർന്നു പോവോ? ഇല്ല. അതേപോലെ തന്നെ എന്താണ് വിൻഡ് അല്ലെ? വിൻഡ് നമ്മൾ പറഞ്ഞു, സോളാർ എനർജി പറഞ്ഞു, ഒപ്പം വേവ്സിനെ കൂടെ അല്ലെ, തിരമാലയെ കൂടി പറയാം അല്ലെ. കാരണം എന്താ, കടലിലെ തിരമാല എന്തെങ്കിലും അവസാനിക്കോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളാണ് എന്ത്, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്തായിരിക്കും? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യും, ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും അല്ലെ. അപ്പൊ നമുക്ക് ആരെയൊക്കെ പറയാം? നമ്മുടെ പെട്രോള്, ഡീസല്, കൽക്കരി, ഇവയൊക്കെയാണ് എന്ത്, പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളായിട്ടുള്ള കൽക്കരിയെയും പെട്രോളിയത്തിനെയും ഒക്കെ നമുക്ക് എന്ത് പറയാം? ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വിളിക്കാം അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ അവയെ ഫോസിൽ ഇന്ധനങ്ങൾ വിളിക്കുന്നത്? സാധാരണ ജീവജാലങ്ങളൊക്കെ ചത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അവയാണ് നമ്മൾ ഫോസിൽ എന്ന് പറയുന്നത് അല്ലെ. കുറേ കാലം അല്ലെ ഭൂമിക്കടിയിൽ കിടന്ന് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫോസിലുകൾ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഫോസിൽ ഇന്ധനങ്ങളും. അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളും ഒക്കെ മൂലം അല്ലെ എന്ത് ചെയ്യുക, മണ്ണിന്റെ അടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് ഇത്തരം ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. ഇപ്പൊ സസ്യങ്ങളിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലെ, കുറേ വർഷങ്ങൾക്ക് മുന്നേ അകപ്പെട്ടു പോയിട്ടുള്ള സസ്യങ്ങളിൽ നിന്നൊക്കെയാണ് കൽക്കരി ഉണ്ടാവുന്നത്. അതേപോലെ ജന്തുജാലങ്ങളിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, പെട്രോളിയം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ജീവജാലങ്ങളുടെ ഫോസിൽ അല്ലെ, ഫോസിലൊക്കെയാണ് കാലക്രമേണ എന്തായിട്ട് മാറുന്നത്, ഇന്ധനങ്ങളായിട്ട് മാറുന്നത് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ അവയെ എന്ത് പറയുന്നത്, ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങളുടെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, തീർന്നു പോകും. അതുകൊണ്ടാണ് നമ്മളോട് എപ്പോഴും പറയുന്നത് അല്ലേ, പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ ഉപയോഗം വളരെയധികം നമ്മൾ കുറയ്ക്കണമെന്ന്. മക്കൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ കൺവെൻഷണൽ എനർജി സോഴ്സസും നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസും. എന്താണ്, ഏതൊക്കെയാണ് എക്സാമ്പിൾ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ എഴുതി വെക്കുക കേട്ടോ. അപ്പൊ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആയിട്ടുള്ള വിൻഡ്, അതേപോലെ തന്നെ വേവ്സ്, സോളാർ എനർജി, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, കുറച്ചുകൂടെ നല്ലതാണ്. കാരണം എന്താണ്, പൊല്യൂഷൻ അല്ലെ, മലിനീകരണം കൂടെ തടയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്മളെ സഹായിക്കും. ഇപ്പം നിങ്ങൾക്കറിയാം അല്ലെ, ആഗോളതാപനം അല്ലെ, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഒരുപാട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങളുടെ ബേണിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും മാറാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് ചോദിച്ചതാണ് സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ പേരല്ലേ. നിങ്ങൾക്ക് കാൽക്കുലേറ്ററുകൾ ഉണ്ടാക്കാം, സോളാർ തെരുവ് വിളക്കുകൾ ഉണ്ടാക്കാം, സോളാർ ഹീറ്റർ ഉണ്ടാക്കാം അല്ലെ. അതേപോലെ തന്നെ സോളാർ കുക്കർ ഇപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കാര്യങ്ങൾ മനസ്സിലാക്കി. മക്കളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ ഒരു ഭാഗം പഠിച്ചിട്ട് പോവാം കേട്ടോ.